നമ്മുടെ യാത്ര ഒരു വിശുദ്ധ സ്ഥലത്തേക്കാണ്. മനസ്സിന് സമാധാനവും അനുഗ്രഹവും നൽകുന്ന ഒരു ദേവാലയത്തിലേക്ക്. ഇറ്റലിയിലെ പാദുവ എന്ന മനോഹര നഗരം. അവിടെ വിശ്രമിക്കുന്ന വിശുദ്ധ അന്തോണീസിനെ കാണാനാണ് നമ്മൾ പോകുന്നത്. വെനീസിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ജലനഗരമായ വെനീസിൻ്റെ ശാന്തതയിൽ നിന്ന് ആത്മീയത നിറഞ്ഞ പാദുവയിലേക്കുള്ളൊരു യാത്ര. ട്രെയിനിലാണ് നമ്മൾ പോയത് കേട്ടോ. ഏകദേശം 45 മിനിറ്റ് എടുക്കും ഈ ട്രെയിൻ യാത്ര. സെയിൻറ്റ് ആൻ്റണി ഓഫ് പാദുവ, വിശുദ്ധ അന്തോണീസ് വിശ്രമിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. വളരെ വലിയ സ്ട്രക്ചർ, മുകളിൽ ഡോംസ്, ഇറ്റാലിയൻ സ്റ്റൈൽ ആർക്കിടെക്ചറിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ പോലെ. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ശാന്തതയും ഭക്തിയും നിറഞ്ഞ ഫീല് കിട്ടും. അകത്ത് കടന്ന ഉടനെ തന്നെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ സ്ട്രക്ചർ തന്നെയാണ്. എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചർച്ച് മുഴുവൻ നോക്കുമ്പം വളരെ സ്പേഷ്യസ് ആണ്. ഓരോ ഭാഗവും വളരെ കെയർഫുള്ളി ഡിസൈൻ ചെയ്തതുപോലെ തോന്നും. ഇവിടെ ആളുകൾ നല്ലപോലെ ഉണ്ട് കേട്ടോ. പക്ഷെ വലിയ ശബ്ദമോ തിരക്കോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. സൈലൻസ് ആണ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. പുറത്തെ പോലെ ഒരു ശബ്ദമോ ബഹളമോ ഒന്നുമില്ല. ആളുകളെല്ലാം അവരുടെ രീതിയിൽ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് വിശുദ്ധ അന്തോണീസ് വിശ്രമിക്കുന്ന കല്ലറ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട്. വിശുദ്ധ അന്തോണീസിൻ്റെ കല്ലറ നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആണ്. കല്ലറയുടെ അടുത്തായിട്ട് പ്രാർത്ഥനകൾ എഴുതിയ നോട്ട്സ് ഒട്ടിച്ചിട്ടുള്ളത് കാണാൻ പറ്റും. ചിലർ അവരുടെ ഫോട്ടോകളും വെച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇവിടെ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ചിലർ കല്ലറയ്ക്ക് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ കല്ലറയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റു ചിലർ അവിടെ ഇരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആർക്കും ഒരു തിരക്കില്ല. എല്ലാവരും വളരെ പേഷ്യൻസോടുകൂടെ തങ്ങളുടെ സമയം എടുത്ത് പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. വിശുദ്ധ അന്തോണീസിൻ്റെ അഴുകാത്ത നാവ്. അതുപോലെ തന്നെ വിശുദ്ധ അന്തോണീസുമായിട്ട് ബന്ധപ്പെട്ട പല വിശുദ്ധ വസ്തുക്കളും ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ വഴി നടക്കുമ്പം ഈ ബസിലിക്കയുടെ അകത്തെ സ്ട്രക്ചർ കൂടുതൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോ സൈഡിലും ചെറിയ ചെറിയ ചാപ്പൽസ് പോലെയുള്ള ഭാഗങ്ങളുണ്ട്. പോർച്ചുഗലിലെ ലിസ്ബണിൽ 1195 വിശുദ്ധ അന്തോണീസ് ജനിച്ചത്. ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഫെർണാണ്ടോ എന്നായിരുന്നു. ആദ്യമായിട്ട് അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നാണ് അദ്ദേഹം ജീവിച്ചത്. പിന്നീട് ഒരു വലിയ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിയത്. ഫ്രാൻസിസ്കൻ മിഷണറിമാർ വിശ്വാസത്തിനായി കൊല്ലപ്പെട്ടത് അദ്ദേഹത്തെ വളരെ ആഴത്തിൽ സ്പർശിച്ചു. അവരുടെ ജീവിതം കണ്ടപ്പോൾ അദ്ദേഹവും അതുപോലെ ദൈവത്തിനായി ജീവിക്കണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുകയും ചെയ്തു. പിന്നീടാണ് പേര് മാറ്റി ആൻ്റണി ആക്കിയത്. ബസിലിക്ക ഓഫ് സെൻറ്റ് ആൻ്റണി ഓഫ് പാദുവയിലെ തിരുശേഷിപ്പുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ഇനി കയറാനായിട്ട് പോകുന്നത്. ഇവിടെ പലതരത്തിലുള്ള തിരുശേഷിപ്പുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു പ്രധാന കാര്യം, ഇവിടെ ജനറലി ഫോട്ടോയും വീഡിയോയും എടുക്കാനുള്ള അനുവാദമില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് നോട്ടീസും വെച്ചിട്ടുണ്ട് അവിടെ. പക്ഷെ നമ്മളിവിടെ അടുത്തുള്ള ഒരു വോളണ്ടിയറിനോട് പെർമിഷൻ എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. തിരുശേഷിപ്പിൻ്റെ ഓരോ ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. അവിടെയുള്ള 3 അറകളിലായിട്ടാണ് ഈ തിരുശേഷിപ്പുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. യേശു പ്രാർത്ഥിച്ച ഗെത്സമനി തോട്ടത്തിൽ നിന്നുള്ള കല്ല്, വിശുദ്ധ അന്തോണീസ് തലയണയായിട്ട് ഉപയോഗിച്ചിരുന്ന കല്ല്, വിശുദ്ധ ലിയോ പോൾഡിൻ്റെ തിരുശേഷിപ്പ്, പെറുവിലെ രക്തസാക്ഷികളുടെ തിരുശേഷിപ്പ്, വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെയും വിശുദ്ധ ഫൗസ്റ്റീനയുടെയും തിരുശേഷിപ്പുകൾ, പോളണ്ടിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും തിരുശേഷിപ്പുകൾ, ഇത്രയുമാണ് 1ാമത്തെ അറയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് 2ാമത്തെ അറ. വിശുദ്ധൻ്റെ അഴുകാത്ത നാവ്. ഇതാണ് ഈ ബസിലിക്കയിലെ ഏറ്റവും വലിയ അത്ഭുതം. വിശുദ്ധ അന്തോണീസിൻ്റെ താടിയല്ല്, വിശുദ്ധൻ്റെ സംസാരിക്കാൻ സഹായിക്കുന്ന വോക്കൽ കോഡ്, വിശുദ്ധൻ്റെ തലയിലെ ചർമ്മത്തിൻ്റെ ഭാഗം, യേശുവിൻ്റെ മുൾമുടിയിലെ 3 മുള്ളുകൾ സൂക്ഷിച്ചിരിക്കുന്ന തിരുശേഷിപ്പിൻ്റെ കൂട്, വിശുദ്ധൻ തപസ്സിനായി ധരിച്ചിരിക്കുന്ന പരുക്കൻ കമ്പിളി വസ്ത്രം, വിശുദ്ധ ഖാദറിൻ, മഗ്നലേന, ജസ്റ്റിൻ എന്നിവരുടെ തിരുശേഷിപ്പുകൾ, വിശുദ്ധ അന്തോണീസ് ധരിച്ചിരുന്ന സന്യാസ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം. ഇത്രയും കാര്യങ്ങളാണ് ഈ 2ാമത്തെ അറയിലുള്ളത്. ഈ കാണുന്ന 3ാമത്തെ അറയിൽ വിശുദ്ധൻ്റെ വിരലടങ്ങിയ പ്രതിമയും വിശുദ്ധൻ്റെ തലമുടി, യേശുവിനെ തറച്ച വിശുദ്ധ കുരിശിൻ്റെ ഒരു ചെറിയ ഭാഗം, വിശുദ്ധ ലോറൻസിൻ്റെ വിരല്, വിശുദ്ധ ബെർണാഡിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം, വിശുദ്ധ തദ്ദേവൂസിൻ്റെ തിരുശേഷിപ്പ്, ഇവയെല്ലാമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1231 ഇറ്റലിയിലെ പാദുവയിൽ തന്നെയാണ് വിശുദ്ധ അന്തോണീസ് മരണമടഞ്ഞത്.
അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറയ്ക്ക് സമീപം ആളുകൾ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ പലർക്കും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ലഭിച്ചു. ഇത് സഭ പരിശോധിക്കുകയും അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ പോപ്പ് ഗ്രിഗറി 9 അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിശുദ്ധനാക്കിയതിനാൽ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ വിശുദ്ധനാക്കിയവരിൽ ഒരാളാണ് വിശുദ്ധ അന്തോണീസ്. മറ്റൊരു പ്രത്യേകമായ കാര്യം, അദ്ദേഹം മരിച്ചതിന് വർഷങ്ങൾക്ക് ശേഷം കല്ലറ തുറന്നപ്പോൾ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ സാധാരണ പോലെ ക്ഷയിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ നാക്കു മാത്രം ക്ഷയിക്കാതെ നിലനിന്നിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ദൈവത്തോടുള്ള സ്തുതിയുടെയും പ്രസംഗശക്തിയുടെയും അടയാളമായിട്ടാണ് കാണുന്നത്. ആളുകൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം പലർക്കും അവരുടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടിയതായി അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന വിശുദ്ധൻ എന്ന് ആളുകൾ വിളിക്കുന്നത്. ഇപ്പം നമ്മൾ ഉള്ളിൽ കാണുന്ന ഈ ബസിലിക്കയുടെ അകത്ത് വളരെ പ്രത്യേകമായൊരു സ്ട്രക്ചറാണ്. മുകളിൽ നോക്കുമ്പോഴും അതിൻ്റെ ഭിത്തികളിൽ നോക്കുമ്പോഴും വളരെ പഴയതും ഡീറ്റെയിൽഡ് ആയിട്ടുമായ പെയിൻറ്റിങ്സ് കാണാനായിട്ട് പറ്റും. ഈ പെയിൻറ്റിങ്സ് എല്ലാം ബൈബിൾ കഥകളും വിശുദ്ധരുടെ ജീവിതവും പഴയകാല സംഭവങ്ങളുമാണ് ചെയ്തിരിക്കുന്നത്. ചർച്ചിന് ചുറ്റും ചെറിയ ചെറിയ ചാപ്പൽസ് ഉണ്ട്. ഓരോ ചാപ്പലിലും വ്യത്യസ്ത സെയിൻസിൻ്റെ സ്റ്റാച്യൂസും ക്യാൻഡിൽസും വെക്കാനുള്ള സ്ഥലങ്ങൾ, പ്രെയർ ചെയ്യാനുള്ള ചെറിയ അൾത്താറ്, അങ്ങനെ ഓരോന്നും ചെറിയ ഡിവോഷൻ സ്പേസ് പോലെയാണ്. ആളുകളുടെ അവരുടെ ആവശ്യമനുസരിച്ച് ഇഷ്ടമനുസരിച്ച് ഓരോ ചാപ്പൽസിലും പോയി പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ മുഴുവൻ സ്ഥലവും വളരെ കാമാണ്. ഒരു പീസ്ഫുൾ ഡിവോഷണൽ എൻവയോൺമെൻ്റ് എന്ന് തന്നെ പറയാം. ഈ കാണുന്നതാണ് ഈ ബസിലിക്കയുടെ ഫുൾ 3D പ്രിൻറ്റ്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഭാഗങ്ങളും അവർ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ ഡിവോഷണൽ ഐറ്റംസ് വാങ്ങാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് ക്ലോത്ത് പീസസ്, റോസറി, ഹോളി വാട്ടർ, അങ്ങനെ ഇവിടെ എല്ലാം ലഭ്യമാണ്. നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എഴുതി സമർപ്പിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലവും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ വലിയൊരു അനുഭവം തന്നെയാണ് ഉണ്ടായത്. വിശുദ്ധ അന്തോണീസിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്ന പോലെ ഒരു ഫീലാണ് കിട്ടുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ആവശ്യങ്ങൾ, അങ്ങനെ എല്ലാം ഇവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ അനുഗ്രഹം പോലെ തോന്നുവാണ്. ഈ യാത്ര ഒരു സാധാരണ ട്രിപ്പായിരുന്നില്ല, ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ശാന്തതയും ഒരുപാട് വിശ്വാസവും ഒരുപാട് ഇന്നർ പീസും കിട്ടി. സോ ഇത് കാണുന്ന നിങ്ങളിലേക്കും ആ സെയിം ഫീൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിശുദ്ധ അന്തോണീസിനോട് ഞങ്ങളുടെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ സമർപ്പിക്കുകയാണ്. വിശുദ്ധ അന്തോണീസെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈ യാത്ര കാണുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. മറ്റൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.